വൈറ്റമിൻ ബി കോംപ്ലക്സും അതിൻ്റെ രാസനാമവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഒരു കഥ 2 മിനിറ്റിൽ താഴെയുള്ള ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ആ 8 വൈറ്റമിൻസും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, അത്രയും ഉറപ്പാണ്. അപ്പം നമുക്ക് ഈ കഥയൊന്ന് കേട്ടാലോ. 3 ബിയിൽ പഠിക്കുന്ന നിയാസിൻ. ബി എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 3 ബിയിൽ പഠിക്കുന്ന നിയാസിൻ താഴെ കടന്നു കിട്ടിയ റൈബൻ ഗ്ലാസ് എടുത്ത് വെക്കുകയാണ്. നിയാസിൻ മലപ്പുറംകാരനാണ്, അപ്പോൾ ഴ ഒക്കെ യാ എന്നാണ് ഉച്ചരിക്കുക കേട്ടോ. അപ്പോൾ താഴെ കടന്നു കിട്ടിയ റൈബൻ ഗ്ലാസ് എടുത്ത് വെക്കുന്നു നിയാസിൻ തിങ്കൾ ടു വെള്ളി സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ 5 പാൻറ് ഉണ്ട് നിയാസിന്. ഓക്കെ, 5 പാൻറ്റുള്ള നിയാസിനാണ്. 3 ബി ക്ലാസ്സിലാണ് പഠിക്കുന്നത്. താഴെ കടന്നു കിട്ടിയ റൈബൻ ഗ്ലാസ് എടുത്ത് വെക്കുകയാണ്. എന്നിട്ടോ 6 പീരീഡ് കഴിഞ്ഞ് 7ാമത്തെ ബയോളജി ഫൗളാക്കാൻ. നിയാസിന് ബയോളജി ഇഷ്ടമല്ല, അപ്പോൾ ബയോളജി ടിന്നിലിട്ട് വെക്കണം, ബയോ ടിൻ. ഓക്കെ, 7ാമത്തെ ബയോളജി ഫൗളാക്കാൻ വേണ്ടി 12 മണിക്ക് ബൈനോക്കുലറിലൂടെ നോക്കുകയാണ് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. 12 മണിക്ക് ബൈനോക്കുലറിലൂടെ നോക്കുന്ന നിയാസിനെയാണ് നിങ്ങളാ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ. താഴെ കിടന്നു കിട്ടിയ റൈബൻ ഗ്ലാസ് വെച്ച് 3ാം ക്ലാസ് പഠിക്കുന്ന നിയാസിൻ പാൻറ്റും ഇട്ട് സ്കൂളിൽ പോയി. 6 പീരീഡ് കഴിഞ്ഞ് 7ാമത്തെ ബയോളജി ഫൗളാക്കാൻ വേണ്ടി 12 മണിക്ക് ബൈനോക്കുലറിലൂടെ നോക്കി. ലോജിക്കില്ലാത്ത കഥയാണ്, എന്നാലും ഈ കഥയിൽ നിന്ന് നമുക്ക് ആ 8 വൈറ്റമിൻസും പഠിക്കാൻ പറ്റും. വൈറ്റമിൻ B1 തയാമിൻ. തുടക്കം തയാമിനാണ് എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഥ വെച്ച് കണക്ട് ചെയ്യാം. താഴെ കിടക്കുന്ന റൈബൻ ഗ്ലാസ് താഴെ തയാമിൻ. വൈറ്റമിൻ B1 ഏതാണ്? തയാമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. താഴെ കിടന്ന് എന്താ കിട്ടിയേ? റൈബൻ ഗ്ലാസ്. റൈബൻ എന്ന് പറഞ്ഞാൽ റൈബോഫ്ലാവിൻ. ഗ്ലാസ് ജി. അപ്പോൾ വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാ? B2 ആണ്. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. ഓക്കെ, ഇനി വൈറ്റമിൻ B3 ഏതാ? നിയാസിൻ. 3 ബിയിൽ പഠിക്കുന്ന നിയാസിൻ. അപ്പോൾ വൈറ്റമിൻ B3 ഏതാണ്? നിയാസിൻ. അതിനെ നിക്കോട്ടിനിക് ആസിഡ് എന്നും പറയൂ കേട്ടോ. നിക്കോട്ടിൻ അടിച്ച നിയാസിൻ എന്നൊക്കെ കണക്ട് ചെയ്യണം, വേണ്ട, ഓർത്ത് വെച്ചാൽ മതി, നിക്കോട്ടിനിക് ആസിഡ്. അതുപോലെ വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്. 5 പാൻറ്റുള്ള നിയാസിനാണ് അല്ലേ. ഇപ്പം നിയാസിൻ 5 പാൻറ് ഉണ്ട്, അതായത് വൈറ്റമിൻ B5 ഏതാണ്? പാൻറ്റോത്തനിക് ആസിഡ് ആണ്. ഇനി അടുത്തത് വൈറ്റമിൻ B6, അത് പിരിഡോക്സിൻ. 6 പീരീഡ് ഉണ്ട്. 6 പീരീഡ് കഴിഞ്ഞ് 7 ബയോളജിയാണ് അല്ലേ. അപ്പോൾ വൈറ്റമിൻ B7 ഏതാ? ബയോട്ടിൻ. അത് തന്നെയാണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. ബയോട്ടിൻ ആണ് വൈറ്റമിൻ H കേട്ടോ. വൈറ്റമിൻ B9 ഏതാണ്? ഫോളിക് ആസിഡ്. ബയോളജി ഇഷ്ടമല്ലായിരുന്നു, അപ്പോൾ അത് ഫൗളാക്കണം അല്ലേ. ഇപ്പോൾ ഫൗളാക്കണം എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ്. തിരിച്ചിട്ട് നോക്കിയേ, 9 പോലെയില്ലേ, 9 പോലെയില്ലേ. അപ്പോൾ വൈറ്റമിൻ B9 ഏതാണ്? ഫോളിക് ആസിഡ്. ഇനി വൈറ്റമിൻ B12 ഫൗളാക്കാൻ വേണ്ടി എന്താ ചെയ്തേ? 12 മണിക്ക് ബൈനോക്കുലർ വെച്ച് നോക്കി അല്ലേ. അപ്പോൾ വൈറ്റമിൻ B12 ഏതാണ്? സയനോകൊബാലമൈൻ. വൈറ്റമിൻ B12 സയനോകൊബാലമൈൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ. വൈറ്റമിൻ B7 ഏതാ? ബയോട്ടിൻ. ബയോളജി ഇഷ്ടമല്ലായിരുന്നു, അപ്പോൾ ബയോട്ടിന്നിലിട്ട് വെക്കണം എന്ന് ആലോചിക്കുക. അപ്പോൾ വൈറ്റമിൻ B7 ബയോട്ടിനാണ്. ഇതാണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമൈൻ. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്